ഒരു തരത്തിലുമുള്ള പ്രയാസം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പിന്തിരിഞ്ഞു പോകാതെ മുന്നോട്ട് പോയിക്കോളൂ, പിന്നോട്ടടിക്കാതെ മുന്നോട്ട് പോയിക്കൊള്ളൂ. നിങ്ങൾ പിന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പരാജയമാണ്, നിങ്ങൾ നാശത്തിലായി പോകും. അതുകൊണ്ട് അല്ലാഹ് നിങ്ങളോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശമാണ്, ആ നാട്ടിലേക്ക് നിങ്ങൾ ചെന്നാൽ ആ നാട് തന്നെ നിങ്ങൾക്ക് കീഴൊതുങ്ങി കിട്ടും. അള്ളാന്റെ പ്രവാചകൻ അവരോട് പറയുന്നു, ആ നാട്ടിലേക്ക് നിങ്ങൾ ചെന്നാൽ നിങ്ങളുടെ എല്ലാ പീഡനാവസ്ഥയും മാറിയിട്ട് നിങ്ങൾക്ക് സുഖകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും ജനങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ആ നാട്ടിലേക്ക് പോകൂ എന്ന് പ്രവാചകന്മാര് പറയുമ്പോ അവരവരുടെ ബുദ്ധിയുടെ മൂസയിലിട്ടുകൊണ്ട് പ്രവാചക വചനത്തെ തിരിക്കുകയാണ്. എന്ത് വിഡ്ഢിത്തമാണ് മൂസ നീ പറയുന്നത്? എന്ത് വിഡ്ഢിത്തമാണ് നീ പുലമ്പുന്നത്? ആ നാട്ടിലേക്ക് ഞങ്ങൾ പോകാനോ? ആ നാട്ടിൽ ആരാ ഭരിക്കുന്നത്? അമാലിക ഗോത്രക്കാരല്ലേ, അവർ സ്വേച്ഛാധിപതികളല്ലേ. നമ്മളങ്ങോട്ട് ചെന്നാൽ അവർ വെച്ചേക്കുമോ? എന്ത് നിർദ്ദേശം, എന്ത് വിഡ്ഢിത്തമാ പറയുന്നത്? ഞങ്ങളുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഞങ്ങളത് സ്വീകരിക്കുകയില്ല എന്ന് മൂസാ നബിയോട് യഹൂദികൾ മറുപടി പറയുകയാണ്, ഇസ്രായേൽ സമൂഹം മറുപടി പറയുകയാണ്. ആ സമയത്ത് മൂസാ നബി അവരോട് പറഞ്ഞു നോക്കുന്നു, അല്ലാഹ് പറയുന്ന നിർദ്ദേശമാണ് ജനങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് ജനങ്ങളെ, ഭയപ്പെടേണ്ടതില്ല, പൊയ്ക്കൊള്ളൂ ആ നാട്ടിലേക്ക്. നിങ്ങളിൽ രണ്ടാൾ ചെന്നാൽ തന്നെ നിങ്ങൾക്ക് വിജയം കിട്ടുമെന്ന് മൂസാ നബി അവരോട് പറയുമ്പോ അപ്പോഴും ആ ജനത മൂസാ നബിയോട് പറയുന്നത്, യാ മൂസ, ഓ മൂസ, ഇന്നാ ലൻ നദ്ഖുലഹാ അബദാ മാദാമു ഫീഹാ. അമാലിക ഗോത്രക്കാരാ നാട്ടിലുള്ള കാലത്തോളം ഞങ്ങൾ അങ്ങോട്ട് പോവുകയില്ല മൂസ. ഇനി നിനക്ക് നിർബന്ധമുണ്ടോ? നിന്റെ റബ്ബ് പറഞ്ഞിട്ട് പോകണം എന്ന് നിർബന്ധമുണ്ടോ? എങ്കിൽ ഫദ്ഹബു വഅന്ത റബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖായിദൂൻ. നീയും നിന്റെ റബ്ബും കൂടി പോയിട്ട് യുദ്ധം ചെയ്ത് വിജയം വാങ്ങിത്താ. രണ്ടുപേരല്ലേ വേണ്ടത്? ഒന്ന് നിന്റെ റബ്ബുണ്ട്, പിന്നെ നീയുമുണ്ട്. ഇങ്ങനെ രണ്ടാളും കൂടി പോയിട്ട് അവിടെ വിജയം വാങ്ങിത്താ. ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്ന് മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം അവരോട് പറഞ്ഞിട്ട് അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരുടെ ബുദ്ധിയുടെ മൂസയിലിട്ടുകൊണ്ടെന്ന് അന്വേഷിക്കുമ്പോ പ്രവാചകന്റെ വാചകം ശരിയല്ല, നിർദ്ദേശം ശരിയല്ല, അത് നല്ലതല്ല എന്ന് തോന്നൽ അവർക്കുണ്ടാവുകയാണ്. ആ പ്രവാചക നിർദ്ദേശത്തെ അവർ ധിക്കരിക്കുകയാണ്. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് യഹൂദികളായ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ധിക്കാരമായി അള്ളാഹു എടുത്തു പറയുന്നത് അവരുടെ പ്രവാചകൻ അവരോട് നിർദ്ദേശിക്കുന്ന കാര്യത്തിന് നേരെ എതിരായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് എന്നതാണ്. എന്നാൽ അവർ പറഞ്ഞത്, ഞങ്ങൾ മൂസാ നബിയുടെ ആളുകളാണ്, ഞങ്ങൾ തൗറാത്തിന്റെ ആളുകളാണ്, ഞങ്ങൾക്ക് പ്രമാണമുണ്ട്, ഞങ്ങൾ പ്രമാണം സ്വീകരിക്കുന്നവരാണ്. ആ വാദം അവകാശപ്പെട്ടുകൊണ്ട് തന്നെ, അത് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ അതിനെതിരെ അവർ പ്രവർത്തിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രമാണം സ്വീകരിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് പ്രമാണം സ്വീകരിക്കലാവില്ല. അത് പരിപൂർണമായി ഉൾക്കൊള്ളാനും പരിപൂർണമായി അത് മനസ്സിലാക്കുവാനും അത് സ്വജീവിതത്തിൽ കൊണ്ടുവരാനും കഴിയണം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ചില ആളുകൾ ഹദീസുകളെ പച്ചയായി നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിന് ഹദീസുകളെ നിഷേധിക്കണം? എന്തിന് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളെ പരിഹസിക്കണം? എന്തിന് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങളെ ചവിട്ടുമെതിക്കണം എന്ന് ചോദിക്കുമ്പോ അവര് മറുപടി പറയുന്നത്, ഞങ്ങൾ ഹദീസിനെ നിഷേധിക്കുന്നില്ല, ഞങ്ങൾ ഹദീസിനെ നിഷേധിക്കുന്നില്ല എന്നാണ്. ഞങ്ങൾ ഹദീസ് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് ചേകന്നൂരിക്ക് പറയുന്നതിന് മുമ്പ് ഈ പറഞ്ഞ വിഭാഗത്തിന് മറുപടി പറയണം എന്ന് ഞങ്ങൾ വിചാരിച്ചത്. കാരണം ആ ഹദീസ് വേണ്ട എന്ന് പറയൽ മാത്രമല്ല നിഷേധം, ഹദീസ് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറയൽ മാത്രമല്ല നിഷേധം, അത് കേട്ടിട്ട് അതിനെ ധിക്കരിക്കൽ, അതിനെ വളക്കൽ, അതിനെ തിരിക്കൽ, അതെല്ലാം നിഷേധമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ മറ്റൊരു ഭാഗമുണ്ട് വിശുദ്ധ ഖുർആനിൽ. യഹൂദികളെ സംബന്ധിച്ച് തന്നെ പറയുന്ന ഒരു ഭാഗം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നു, വസ്അൽഹും അനിൽ ഖറിയത്തില്ലതി കാനത് ഹാദിറത്തൽ ബഹരി ഇദ് യഅദൂന ഫിസ്സബ്തി ഇദ് തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർറാൻ വയൗമ ലാ യസ്ബിതൂൻ ലാ തഅതീഹിം കദാലിക നബ്ലുഹും ബിമാ കാനൂ യഫ്സുഖൂൻ. വസ്അൽഹും അനിൽ ഖറിയ, നബിയെ അവരോട് ചോദിച്ചു നോക്ക് ആ നാട്ടുകാരെ കുറിച്ച്. എങ്ങനെയുള്ള നാട്ടുകാർ? അല്ലത്തി കാനത്ത് ഹാദിറത്തൽ ബഹർ, ആ സമുദ്രത്തിന്റെ തീരത്ത് കടലിന്റെ സമീപത്ത് താമസിച്ചവർ.
അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാബത്ത് ദിവസം പ്രത്യേകമായി നിശ്ചയിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ ദിവസം നിങ്ങൾ മത്സ്യബന്ധനം നടത്താൻ പാടില്ല. അങ്ങനെ ശാബത്തിന്റെ ദിവസമായാൽ, ആ ശനിയാഴ്ച ദിവസമായാൽ അവരുടെ ഇതാ സമുദ്രത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ മത്സ്യങ്ങൾ ഇങ്ങനെ തല ഉയർത്തിക്കാട്ടുകയാണ് കടലിൽ. എന്നാൽ ആ ശനിയാഴ്ച കഴിഞ്ഞാലോ, ശനിയാഴ്ച അങ്ങ് നീങ്ങിയാലോ, പിറ്റേ ദിവസമായാൽ സമുദ്രത്തിൽ മത്സ്യമില്ല, കാണാനില്ല. കദാലിക നബ്ലൂഹും ബിമാ കാനൂ യഫ്സുഖൂൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുകയായിരുന്നു, നിരീക്ഷിക്കുകയായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചതാണ്, നിരീക്ഷിക്കാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ പരീക്ഷിച്ചാൽ അള്ളാഹിന്റെ പ്രമാണം അവർ നീക്കിവെക്കുമോ? അള്ളാഹുവിന്റെ നിർദ്ദേശം അവർ കാറ്റിൽ പറത്തുമോ? റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ അവർക്ക് നൽകിയ നിഷേധത്തെ അവർ എതിരിടുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ്. ശനിയാഴ്ച ധാരാളം മത്സ്യങ്ങൾ തലയുയർത്തി നിൽക്കുന്നതായി സമുദ്രത്തിൽ അവർ കാണുന്നു. ശനിയാഴ്ച കഴിഞ്ഞാൽ മീനില്ല. അങ്ങനെ കുറച്ചാഴ്ചകൾ അവർ കഴിഞ്ഞുപോയി. എന്നിട്ട് അവർ പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചു. അള്ളാഹു പറഞ്ഞത് ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വലയിട്ട് ശനിയാഴ്ച മീൻ തൊടാതെ ഞായറാഴ്ച വല ഉയർത്താമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവര് അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. അവരൊന്നിനെയും നിഷേധിക്കാൻ ഒരുക്കമല്ല. ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നാണല്ലേ പറഞ്ഞത്, എങ്കിൽ ഞങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കുന്നില്ല. വെള്ളിയാഴ്ച വലയിട്ട് വെക്കുന്നു, ഞായറാഴ്ച വെക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ആ നിയമത്തെ ധിക്കരിക്കാൻ ശ്രമിക്കുമ്പോ അവരിൽ നിന്നുള്ളൊരു വിഭാഗം ആ ജനങ്ങളോട് പറയുകയാണല്ല, ജനങ്ങളെ ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യരുത്, ഇത് ധിക്കാരമാണ്, നിഷേധമാണ്, ഇത് അള്ളാഹുവിന്റെ നിയമത്തെ ധിക്കരിക്കലാണ്, നിങ്ങളുടെ പ്രവാചകന്റെ നിർദ്ദേശത്തെ ധിക്കരിക്കലാണെന്ന് പറഞ്ഞു ഉപദേശിക്കുമ്പോൾ വേറൊരു ജനത അവർക്കിടയിലേക്ക് വന്നിട്ട് ഈ ഉപദേശിക്കുന്നവരോട് ചോദിക്കുകയാണ്. ഉപദേശിക്കുന്നവരോട് മറ്റുള്ളൊരു ജനത കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ലിമതഅദൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ. എന്തിനാ നിങ്ങൾ അവരെ ഉപദേശിക്കാൻ നിൽക്കുന്നത്? എന്തിനാ നിങ്ങൾ അവർക്ക് വേണ്ടി വാദ് പറയുന്നത്? എന്തിനാ നിങ്ങൾ ഈ പണിയുമായി നടക്കുന്നത്? അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചൊരു ജനത അവർ നശിച്ചു കൊള്ളട്ടെ, അള്ളാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചൊരു ജനത അവർ നശിച്ചു കൊള്ളട്ടെ, ഇതിനിടയിൽ നിങ്ങൾ എന്തിനാണ് ഈ വാദുമായി നടക്കുന്നത് എന്നീ ഉപദേശിച്ചവരോട് വേറൊരു ജനം ചോദിച്ച സമയത്ത് ആ ഉപദേശിച്ചവർ, ആ വിശ്വാസി സമൂഹം അവരോട് മറുപടി പറഞ്ഞു, മഅദിറത്തൻ ഇലാ റബ്ബിക്കും മഅദിറത്തൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. നിങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് ഒഴിവ് പറയാൻ ഒരുപക്ഷേ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അവർ സൂക്ഷ്മത പാലിച്ചേക്കാമല്ലോ, ഈ പണി അവർ അവസാനിപ്പിച്ചേക്കാമല്ലോ, ഈ നിഷേധത്തിൽ അവർ ഒഴിഞ്ഞേക്കാമല്ലോ. അതുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന പ്രവർത്തനം ഞങ്ങൾ നടത്തുകയാണ്. അവർ കാണിക്കുന്നത് നിഷേധമാണ്, ധിക്കാരമാണ് എന്നവർ പറഞ്ഞു. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്ന അള്ളാഹുവിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് വെള്ളിയാഴ്ച വലയിട്ട് ഞായറാഴ്ച വല വെക്കുന്ന നിഷേധത്തിനെതിരെ ശബ്ദിച്ച ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പുകഴ്ത്തി എന്ന് മാത്രമല്ല, ആ ധിക്കാരം പ്രവർത്തിച്ച, പ്രമാണത്തെ നിഷേധിച്ച, ആ പ്രവാചകനെ ധിക്കരിച്ച ജനതയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅഖദ്നല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസ് ബിമാ കാനൂ യഫ്സുഖൂൻ. അവരാ തെമ്മാടിത്തം ചെയ്തതുകൊണ്ട് അവരെ അള്ളാഹു പിടിക്കുക തന്നെ ചെയ്തു. വളരെ ശക്തമായ ശിക്ഷ അള്ളാഹു അവർക്ക് നൽകുക തന്നെ ചെയ്തു. ഫലമ്മാ അതൗ അമ്മാ നഹൂ അൻഹു ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. അവരോട് ഏതെല്ലാം വിരോധിച്ചിട്ടുണ്ടോ, അവരോട് ഏതെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം അവർ ധിക്കരിച്ചപ്പോൾ അള്ളാഹു അവരെ ഏറ്റവും വലിയ കഠിനമായ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ശിക്ഷിച്ചുകൊണ്ട് കൂനൂ ഖിറദതൻ ഖാസിഈൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായി കുരങ്ങുകളായി മാറിക്കൊള്ളൂ. അങ്ങനെ കുരങ്ങുകളാക്കി അള്ളാഹു അവരെ മാറ്റിയെന്ന് ഖുർആൻ പറയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് പ്രമാണങ്ങളെ നിഷേധിക്കുന്ന ഒരു ജനതയ്ക്ക് നൽകുന്ന വളരെ ശക്തമായ താക്കീതാണ്. ഇത് ഗൗരവത്തോടെ ഉൾക്കൊള്ളണം, ഗൗരവത്തോടെ മനസ്സിലാക്കണം. ആരാണെങ്കിലും ഇത് ഇത്രയും വിശദമായി പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി പ്രചരിച്ചു വരുന്ന ഒരു പുതിയ ചിന്താഗതി എന്താണ്? ഹദീസുകൾ എന്ന് പറഞ്ഞാൽ
ആ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കുന്ന, ഒരു പുച്ഛിക്കുന്ന പ്രവണത, അതിന് കൊടി പിടിച്ചുകൊണ്ടുള്ള ഒരു ജനവിഭാഗം ഇവിടെ